നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ KKR വിജയിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് കളിയും കൊണ്ടുപോയത് മുകുൾ ചൗധരിയാണ്. ആരാണ് മുകുൾ ചൗധരി? തൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ തനിക്കൊരു മകൻ പിറന്നാൽ അവനെ ക്രിക്കറ്ററാക്കണമെന്ന് തീരുമാനിച്ച ഒരു വലിയ ക്രിക്കറ്റ് പ്രേമിയുടെ മകൻ. ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഫിനിഷർ എന്ന രൂപത്തിൽ പോലും പരിഗണിക്കാവുന്ന ടാലൻ്റായിട്ട് പലരും കാണുന്ന താരം. 21 വയസ്സാണ് അവൻ്റെ പ്രായം. രാജസ്ഥാനിൽ നിന്നുള്ളവനാണ്. രാജസ്ഥാനിലെ ജൂനിൽ നിന്നുള്ള പയ്യൻ അവിടെ നിന്ന് കളി പഠിക്കാനായിട്ട് ജയ്പൂരിലേക്ക് പോകുന്നു. അതിനുശേഷം T20 ക്രിക്കറ്റിൻ്റെ വളർച്ച കണ്ടിട്ട് അവിടെ നിന്ന് ഗുഡ്ഗാവിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവൻ തന്നെ ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. മുകുൾ ചൗധരിയുടെ ക്രിക്കറ്റ് ജേണിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് നോക്കാം. ഈവൻ ബിഫോർ മൈ ഡാഡ് ഗോട്ട് മാരീഡ്, എൻ്റെ പിതാവ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ക്രിക്കറ്റ് പ്ലെയർ ആകണം എന്നുള്ളത്. ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അത്ര നല്ലതായിരുന്നില്ല. ഞാൻ കളി ആരംഭിക്കുന്നത് 12-13 വയസ്സിലാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ജൂനിൽ അങ്ങനെ ഒരുപാട് നല്ല അക്കാദമികളൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ഐ മൂവ്ഡ് ടു ജയ്പൂർ. ഞാൻ ജയ്പൂരിലേക്ക് പോയി. T20 ക്രിക്കറ്റ് എത്രത്തോളം വളരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഗുർഗോണിലേക്ക് മാറുകയും ചെയ്തു. അവിടെ 3-4 മാസക്കാലം ഞാൻ ചിലവഴിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എപ്പോൾ മുതലാണ് കഴിയും ഇങ്ങനെ ബിഗ് സ്റ്റേജുകളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിനുള്ള അവൻ്റെ മറുപടി, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഒരു അണ്ടർ 19 മത്സരം ഉണ്ടായിരുന്നു UPക്കെതിരെ. അതൊരു ലോ സ്കോറിംഗ് മത്സരമായിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് റൺ സ്കോർ ചെയ്തു. അപ്പോൾ അതറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് വലിയ കാര്യമാണ്, നിനക്ക് ബിഗ് സ്റ്റെപ്പുകളിലേക്ക് കടക്കാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ ഈ ഒരു മത്സരത്തിലെ പ്രകടനം ഇന്നലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനമാണ്. അതായത് ജയിച്ചു എന്ന് ഏതാണ്ട് ഉറപ്പിച്ച KKRൽ നിന്നാണ് അവൻ ആ കളിയും കൊണ്ടുപോയത്. സിക്സറുകൾ അങ്ങ് വർഷിക്കുകയായിരുന്നു, 7 സിക്സറുകൾ. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? ഈ ഒരു പ്രഷർ സിറ്റുവേഷനിലൊക്കെ എങ്ങനെ ഇത്തരത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, പ്രഷർ എല്ലായ്പ്പോഴും ഉണ്ടാവും, ശരിയാണ്, പക്ഷേ ഈ ഒരു അവസരം ദൈവം തന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, അത് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. പ്രഷറിന് അപ്പുറത്തേക്ക് ഇതൊരു അവസരമായിട്ട് ഞാൻ എടുത്തു. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവസാനം വരെ ക്രീസിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു. കാരണം അവസാനം വരെ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് മാറ്റാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ടീമിനെ വിജയിപ്പിക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവനോട് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ എന്തായിരുന്നു 2 പന്തുകളിൽ നിന്ന് 7 റൺസ് വേണമെന്നുള്ള സമയത്തുള്ള ഫീലിംഗ് എന്നൊരു ചോദ്യമുണ്ട്. 2 പന്തിൽ നിന്ന് 7 റൺസ്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കറിയാമായിരുന്നു ഒരു ബോൾ മതി, എൻ്റെ ഏരിയയിൽ ഒരു ബോൾ വന്നാൽ ആ ഒറ്റ ബോൾ മതി സിക്സർ അടിക്കാൻ എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സ്കാരിയസ്റ്റ് നമ്പർ 6 or 7 ആയിട്ട് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പിൻ്റെ സമയത്ത് LSGയുടെ കോച്ച് ജസ്റ്റിൻ ലാംഗർ പറഞ്ഞില്ലേ, അവനെ ഞാൻ 3-4 മാസക്കാലം കൊണ്ട് ഇന്ത്യയിലെ എല്ലാവരും ഭയക്കുന്ന തരത്തിലുള്ള ഒരു ഫിനിഷറാക്കി മാറ്റും, നമ്പർ 6 or നമ്പർ 7 ബാറ്ററാക്കി മാറ്റുമെന്ന്. അതിലേക്കുള്ള ജേണിയിൽ പകുതിയിലധികം ദൂരം മുകുൾ ചൗധരി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നത് തെളിയിക്കുന്ന ഒരു കളിയാണ് കടന്നുപോയിരിക്കുന്നത്. ഇനിയും നമ്മൾ ഇവൻ്റെ പേര് കേൾക്കും, ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.